അത് തുറക്കുമോനെ നിഖിലേ, അത് തുറക്ക് നിഖിലേ. ഈ ലോകത്ത് ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് ഒന്നുകിൽ പെണ്ണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട്. ഇന്നും മിക്ക ആൾക്കാരുടെ ലൈഫിലെ പ്രശ്നങ്ങളിലൊന്ന് ഇതിലൊന്ന് തന്നെ ആയിരിക്കും. പക്ഷെ എൻ്റെത് സാറേ. ആ വാ ഇരിക്കേ. ഇല്ല കുഴപ്പമില്ല സാറേ. സാറേ സിഗ്മയുടെ കൊട്ടേഷൻ ഞാൻ സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്. പിന്നെ സാറേ ജേക്കബ് സാർ തന്നത് നാളെ രാവിലത്തേക്ക് അയച്ചാൽ മതിയോ? അയ്യോ അതെന്ത് പറ്റി? ഞാൻ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞ സാറിനോട്. സാറേ ആ പെണ്ണ് കാണിൽ നിന്ന് വൈകിട്ടായിരുന്നു. ഞാൻ അതങ്ങ് മറന്നു. പിന്നെ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെ? ഫോട്ടോ ഡെയിലി കാണുന്നതല്ലേ സാറേ. അമ്മയെ രാവിലെ തന്നെ ഇരുന്ന് സ്വൈപ്പിൽ തുടങ്ങും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ചേട്ടൻ നോക്കിയോ, ഇത് സെറ്റാവും. ആവട്ടെ സാറേ. സാറേ ഞാൻ ഇറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ലേറ്റ് ആവും. ഓക്കെ. ഒന്നും ഓക്കെ അല്ലേ സാർ? ആ ഫണ്ട് എങ്ങനെയും സെറ്റായില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? നല്ല ടെൻഷനാണ്. കാശ് സെറ്റായില്ലേ പിന്നെ ഇനിയും ഡിലേ ആവും. ടെൻഷൻ അടിക്കല്ലേ, വിളിച്ചാൽ മതി ചേട്ടൻ. ആ അച്ഛാ. ആ എവിടെ മോനെ? വന്നോണ്ടിരിക്കുന്ന. നീ ലേറ്റ് ആവാതെ വീട്ടിൽ ചെല്ലേ. അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോണം. ആ അച്ഛാ ഞാൻ പെട്ടെന്ന് പോവാം. ആ വെപ്രാളമൊന്നും വേണ്ട, 6 മണിക്ക് മുമ്പ് എന്നാ മതി. ഓക്കേ. നീ എന്തായാലും 4:30 പറഞ്ഞാ 5 ആവുമ്പോഴേ എത്തുന്നേ. അപ്പൊ ഞാൻ 5-ന് ഇറങ്ങി. ഏത്? ഓയ് എടാ പിന്നെ അഭിലാഷ് ഇല്ലേ? ഏത് അഭിലാഷ്? അയ്യോ പാവം ദേ ചെക്ക. പറ. അവനിന്ന് വന്നെന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ അന്നേ പറഞ്ഞ കണ്ടാലോലാതികളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന്. കേൾക്കൂലല്ലോ. ഏയ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം മനസ്സിലായില്ല. ഉവ്വ്. എടാ ജിക്കുവിന്റെ റോസ് കുട്ടിയിട്ടു. ഞാൻ പോയി എന്തിനാ എടുത്താലോന്ന് ആലോചിക്കുക. ക്യൂട്ട് പപ്പിടാ. ഡാഡി സമ്മതിച്ചാ? ഇല്ലടാ. ഞാൻ നിനക്കൊന്നിനെ എടുത്തോണ്ട് വന്നാലോ? നിന്റെ വീട്ടിലാകുമ്പോ പ്രശ്നമില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. അതിന്റെ അപ്പി പറയാനൊന്നും എനിക്ക് വയ്യ. പോവാം. പെട്ടെന്ന് പോയി റെഡിയാകും, സമയം പോകുന്നു. 2 മിനിറ്റ് അമ്മ, ഇപ്പൊ വരാം. എടാ വെള്ളിയാഴ്ചയാ ബാലുമാമിന്റെ മോടെ കല്യാണം. ആ കളിയൊക്കെ വിളയിലുള്ള നീ ഒന്ന് ലീവ് എടുക്കണേ. വെള്ളിയാഴ്ചയാ? ഞാൻ വരണോ അതിന്? എനിക്ക് പുള്ളിയുടെ മോളെ ഓർമ്മ പോലും ഇല്ല. ഓ അതൊന്നും സാരമില്ലെന്നേ. അന്ന് നീ വന്നേ പറ്റൂ, അച്ഛൻ അന്ന് തിരക്കാ. എന്തമ്മ? ആ ഹിറ്റ് എടുത്ത് അടിക്കും ഞാൻ, നോക്കിക്കോ. വണ്ടി നിറയെ പാറ്റയാ. വണ്ടിയിൽ മൊത്തം അമ്പലത്തിലെ പായസമാ. പൊതിഞ്ഞു വെക്കുമ്പോ ഓർക്കണം അല്ലേ അമ്മ? എന്തൊന്നും മിണ്ടാത്ത? നീ പെട്ടെന്ന് പോ, ദീപാരാധന കഴിയും. പ്രസാദം പോയി എടുത്തോണേ അമ്മ. വണ്ടി ഇട്ടേക്കല്ലേ? ആ അച്ഛനെ വിളിച്ച് പറയടാ, നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന്. അതെന്തിനാ? വീട്ടിൽ ഇറച്ചി ഇരിപ്പുണ്ടല്ലോ. ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കാം അമ്മ. വണ്ടി നോക്കി നോക്കി ഓടിക്കണ്ടടാ കഴുതേ. നീ ഇറങ്ങണ്ട. അതിന് തട്ടിയില്ലമ്മ, ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഇറങ്ങണ്ടാന്ന്. എടാ നീ ഇറങ്ങണ്ടാന്ന്. ബ്രോ സോറി ബ്രോ. അറിയാതെ പറ്റിയതാ. ഫോണിങ്ങനെ എടുത്തപ്പോൾ അറിയാതെ. സോറി. ഐ എം സോറി. വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്.
നോക്കി ഓട്ടിക്കടാ. എന്റെ കൊച്ചിനെ അടിക്കാൻ ഇവനാരാ? മോൻ പോയി വണ്ടി കയറി, നമുക്ക് പോവാം. ഞാൻ എടുക്കാം വണ്ടി. ചെല്ലേ. അത് തുറക്കുവാനെ നിഖിലേ, അത് തുറക്ക് നിഖിലേ മോനെ. അതെ, അവൻ തന്നെയായിരുന്നു എൻ്റെ ലൈഫിലെ പ്രശ്നം. അടി കൊണ്ടേലല്ല, ആ സമയം തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതിലായിരുന്നു. എനിക്ക് മറന്നില്ല, കടങ്ങൾ അടങ്ങില്ല, എരിഞ്ഞങ്ങ് കേറും നീതിയായി. ഉറക്കമില്ല, രാത്രികൾ ഏറെയായി, തനിയെ തേങ്ങും ഈ ഓർമ്മയിൽ വേട്ടയാടി. ഇറങ്ങിപ്പോയി 2 പൊട്ടിച്ചാലോ? അല്ലേ വേണ്ട. പക്ഷെ എന്തെങ്കിലും ചെയ്യണോ അവനെ? എവിടെ? ഞാൻ പുറത്താ അച്ഛാ. നിന്റെ മാനേജർ വിളിച്ചായിരുന്നു, നിന്നെ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ വിളിച്ചോളാം. അമ്മ നല്ല ടെൻഷനില്ല, അമ്മയും കൂടെ ഇടയ്ക്കൊന്ന് വിളിക്കണേ. ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ. ആ ചേട്ടാ, എവിടെയായിരുന്നു? പെണ്ണുകളിലെന്തായി? അത് ഒത്തില്ല സാറേ, അവരിപ്പോഴും സ്വൈപ്പിങ് തന്നെയാന്നേ. ആ, ചേട്ടൻ്റെ വണ്ടി ഇന്നൊരു ദിവസത്തേക്കൊന്ന് തരാമോ? അയ്യോ, അത് സാറ് സൂക്ഷിച്ചാൽ മതി.
ആ താങ്ക്സ്. പോരാ, ഇനി എന്തെങ്കിലും ചെയ്യണം. അഭിലാഷ്, അവനെ വിളിച്ചാലോ? ഹലോ, ആ ഇതാരാ? എന്തു പറ്റി വിളിച്ചേ? നമ്പർ മാറിപ്പോയോ? നീ അഭിലാഷിന്റെ നമ്പർ അയക്കോ? എനിക്ക് സംസാരിക്കണം. അല്ല, എന്താ നിന്റെ പ്ലാൻ? ആ എന്താ നീ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നേ? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ എനിക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വേണം. എനിക്ക് പറ്റുന്നില്ല. ചെക്കാ, നീ എന്തേലും ചെയ്യടാ. ബ്രോ, നിഖിൽ. അഭിലാഷ്, ബ്രോ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ അടുത്ത. അഞ്ജിത എന്നോട് നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ബ്രോ അത് ആക്ച്വലി അത് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊളീഗ്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കില്ല അമ്മ, ഞാൻ വിളിക്കാം. ഇപ്പം മക്കൾ ഓഫീസിൽ പോകാറില്ലേ? ഇപ്പൊ എന്താ പറ്റിയേ? പോവാറില്ലേന്ന്? എന്നാ നാളെ തൊട്ട് പോണം. മനസ്സിലായില്ല. ആ പയ്യനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു. ആ പയ്യനെ നോക്കിയല്ലേ നീ നടന്ന സമയം കളയുന്നേ. ഞാൻ വിളിക്കാം അമ്മ. ബ്രോ, കാണാം ബ്രോ. ഞാൻ ഈ വഴി വന്നപ്പോൾ ഒന്ന് കാണാമെന്ന് വെച്ചതാ. നടക്കട്ടെ എന്തായാലും. ബൈ. ചിറ